ഹലോ, നമ്മളിന്ന് ബീഫ് പിക്കിൾ ഉണ്ടാക്കുവാണേ. ബീഫ് പിക്കിളിന് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വിസിലടിച്ച് 1-2 വിസിലടിച്ചിട്ട് വെക്കുക. ഒരുപാട് കുക്ക് ചെയ്തെടുക്കണ്ട. അതിനുശേഷം നമ്മൾ ഓയിൽ നമ്മൾ എള്ളെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിടുവാണ്. കടുക് പൊട്ടിച്ചിട്ട് അതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ട് നന്നായി ഒന്ന് അത് മൂക്കട്ടെ. അത് കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുക ജിഞ്ചർ. ഇതിപ്പോൾ ഞാൻ 2 കിലോ ബീഫിനാണ് എടുത്തിട്ടുള്ളത് ഈ ക്വാണ്ടിറ്റി ഓഫ് ജിഞ്ചർ കേട്ടോ. ജിഞ്ചർ കൂടുതലായാലും ജിഞ്ചറല്ല ഗാർലിക് കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷേ ജിഞ്ചർ കുറച്ച് മതി. ഇത്രയും മതി ജിഞ്ചർ. 2 kg ആണ് ഞാൻ ബീഫ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഗാർലിക്കും ജിഞ്ചർ കുനുകുനാന്ന് അരിഞ്ഞു. ഗാർലിക്ക് നിങ്ങൾക്കും അതുപോലെ തന്നെ ചെറുതാക്കി അരിയണമെങ്കിൽ അരിയാൻ, നോ പ്രോബ്ലം. അതിലേക്ക് നമ്മൾ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുവാണ്. ഗ്രീൻ ചില്ലി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കറി ലീവ്സും ആഡ് ചെയ്യണം. ഈ കറി ലീവ്സിൻ്റെയും ഗാർലിക്കിൻ്റെയും എമൗണ്ട് കൂടിയാലും ക്വാണ്ടിറ്റി കൂടിയാലും പ്രശ്നമില്ല. പക്ഷേ ജിഞ്ചറിൻ്റെ ക്വാണ്ടിറ്റി എപ്പോഴും ശ്രദ്ധിക്കണം, ബിക്കോസ് അത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് ആവുമേ. അത് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. നന്നായി സോട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ മിക്സ് ചെയ്യണ സമയത്ത് ഒരു ക്രിസ്പിനെസ്സിൻ്റെ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുവരെയാണ് അതാണ് അതിൻ്റെ കറക്റ്റ് മൂപ്പ്. അതിനുശേഷം നമ്മളതിലേക്ക് അതിൻ്റെ ഇടയിൽ നമ്മളൊരു മിക്സ് റെഡിയാക്കി വയ്ക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഓഫ് ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാല, സോൾട്ട്, പിന്നെ ഇതൊക്കെ കൂടിയിട്ട് കായപ്പൊടിയും പിന്നെ ഉലുവാപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് ഇത് സോട്ട് ചെയ്ത് ഈ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ ഈ മിക്സ് ചില്ലി പേസ്റ്റിൻ്റെ മിക്സ് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടി ഇതായിരിക്കും നല്ലത്, കാരണം പൊടികൾ ആഡ് ചെയ്യണേക്കാട്ടിലും അത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പിടിക്കാൻ എളുപ്പമാവും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ മിക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് 1 കിലോ ബീഫിന് ഒരു 1/4 കപ്പ് ഓഫ് വിനീഗർ, 1.5 കപ്പ് ഓഫ് വാട്ടർ, അതാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ ഈ ചില്ലി പൗഡറിൻ്റെ ഈ സ്പൈസസിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് പിടിച്ചു എന്ന് തോന്നുന്ന സമയത്ത് ഈ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒരിക്കലും കൂടില്ല. 1 കിലോന് 1.5 കപ്പ് ഓഫ് വാട്ടർ ഞാൻ എടുത്തിട്ട് വെള്ളം കൂടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരയിടണം. നമ്മുടെ കുക്ക് ചെയ്ത ബീഫ് ഇടാം. ബീഫ് ഒരുപാട് അങ്ങ് കുക്ക്ഡ് ആക്കരുത്, കാരണം ഇതിൽ മിക്സ് ചെയ്യേണ്ടതായതുകൊണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് ബീഫും ഇട്ടിട്ട് കുറച്ച് നേരം വയ്ക്കുക. ഒരു 5-6 മിനിറ്റ്സ് വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ അത് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കത് ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കാൻ ശ്രദ്ധിക്കണേ. ഗ്ലാസ് ബോട്ടിൽ ക്ലീൻ ചെയ്തിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കുക. അതൊരു 4-5 ഡേയ്സ് നമ്മൾ അതുപോലെ കീപ്പ് ചെയ്യുക. അതിന് ശേഷം നമുക്കത് എടുത്ത് യൂസ് ചെയ്യാം. വൺസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 മന്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ. ഓക്കെ, അതിനും കൂടുതൽ എടുത്ത് വയ്ക്കണവർക്കാണെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. ബീഫ് പിക്കിളൊക്കെ നമ്മളൊരു 1 വീക്ക് കൊണ്ടൊക്കെ തീരൂല്ലേ നോർമലി. നമുക്കൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ എസ്പെഷ്യലി. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക്. ഇങ്ങനെ ഇരിക്കും. എത്ര വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാ, പക്ഷേ കൺസിസ്റ്റൻസി ലാസ്റ്റിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് പിക്കിൾ ഈസ് റെഡി. അപ്പോൾ